ദ്വാരന്നിട്ടുള്ള ഒരാളെ ഉളുവും ശേഷമുള്ള നിസ്കാരവും ദ്വാരക്കാതുള്ള ഉളുവും നിസ്കാരവും രണ്ടും മാറ്റണ്ട്. മിസ്വാക്ക് ചെയ്തിട്ടുള്ള ഉളുവും മിസ്വാക്ക് ചെയ്യാതുള്ള ഉളുവും മാറ്റമില്ലേ? ഉണ്ട്. മിസ്വാക്ക് ചെയ്തിട്ടുള്ള നിസ്കാരവും മിസ്വാക്ക് ചെയ്യാത്ത നിസ്കാരവും മാറ്റമുണ്ട്. റക്അത്താനി ബിസിവാക്കിൻ അഫ്ളലു മിൻ 70 റക്അത്തൻ ബിലാ സിവാക്ക്. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മിസ്വാക്ക് ചെയ്തിട്ടുള്ള 2 റക്അത്ത് കൈ കെട്ടുന്നതിന്റെ മുമ്പ് നിയ്യത്ത് വെക്കുന്നതിന് മുമ്പ് ഒരാൾ മിസ്വാക്ക് ചെയ്യുന്നു. മിസ്വാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നിശ്ചിത ഭാഗത്തുകൂടെ ഒരമുള്ളൊരു സാധനം, അറാക്ക് പോലത്തെ ഒരമുള്ളൊരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും നിയ്യത്തോടെ ഓടിക്കാന്ന് അതിന്റെ അർത്ഥം. അല്ലാതെ അതിനു വേണ്ടി 5 മിനിറ്റ് അങ്ങനെ കളയാന്നല്ല. അങ്ങനെ കുറെ കാർക്കിച്ച് ഉപ്പിയെങ്കിലേ വിശ്വാക്കുള്ളൂ എന്നാണ് നമ്മളെ ധാരണ. കുറെ ഒച്ചപ്പാടുണ്ടാക്കണം, അയൽവാസികളൊക്കെ വിളിച്ചുണർത്താനുള്ള ശബ്ദമൊക്കെ ഉണ്ടാക്കണം. അങ്ങനൊന്നും വേണ്ട. മിസ്വാക്ക് എന്ന് പറഞ്ഞാൽ അറബികൾ ചെയ്യുന്നത് കണ്ടില്ലേ? ഒന്നിങ്ങനെ വലത്തോട്ടും ഒന്ന് ഇടത്തോട്ടും മിസ്വാക്കായി, ഒന്നിങ്ങനെ നാവിലേക്കൊന്നിങ്ങനെ വരച്ച മിസ്വാക്കായി. ഞാൻ ആ വരച്ചതിപ്പൊന്നായിട്ട് അവിടെ മുന്നിൽ തന്നെ മുസല്ലേ തന്നെ തുപ്പണോ? മിസ്വാക്കാണെങ്കിൽ വേണ്ട. ഇതുവരെ നാവിലുള്ളതന്നല്ലേ പല്ലുമലുള്ളതന്നല്ലേ ഒന്ന് വരച്ചു കൂട്ടിയത്. അത് താഴോട്ട് ഇറക്കുന്നതിന് രോഗമൊന്നും വരാനൊന്നുമില്ല. പല്ലിലുള്ളതന്നല്ലേ ഇപ്പൊ വരച്ചു കൂട്ടിയത്. അതങ്ങനെ ഒരുമിച്ച് കൂട്ടി നേരത്തുള്ള ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളും മറ്റായിരുന്നു. താഴോട്ട് ഇറക്കി എന്ത് കേട് വരാനാ? രാവിലെ എഴുന്നേൽക്കുമ്പോ പിന്നെ ഒരു പക്ഷേ പകർച്ചയൊക്കെ ആയിട്ടുണ്ടാവും. ഇതിപ്പോ നമ്മൾ ഉച്ചക്ക് വീട്ടിൽ നിന്ന് ഇപ്പം ഇങ്ങോട്ട് കൊപ്പിളിച്ച് റെഡിയാക്കി വന്നിട്ടേ ഉള്ളൂ, കാര്യമായിട്ടൊന്നുമില്ല. ഇനി ഉളു എടുക്കുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്ത ആളാണെങ്കിൽ എന്താണ് അയാളെ നാവിലുണ്ടാകുക? പല്ലിലൊന്നും ഉണ്ടാവില്ല. അപ്പൊ സാധാരണ ക്ലിയർ ആയ നീരായിരിക്കും, താഴോട്ട് ഇറക്കുന്നതിന് കേടുമില്ല. അപ്പൊ ആ നിസ്കാരവും അല്ലാത്ത നിസ്കാരവും തമ്മിൽ 70 റക്അത്തിന്റെ മാറ്റുണ്ട്. മിസ്വാക്ക് ചെയ്തിട്ടുള്ള 2 റക്അത്തും മിസ്വാക്ക് ചെയ്യാത്ത 2 റക്അത്തും തമ്മിൽ 70 റക്അത്തിന്റെ മാറ്റമുണ്ട് ഫലത്തിൽ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം